GDP വളർന്നു കഴിഞ്ഞാലും ആ വളരുന്ന GDP മുഴുവനും ഏതാനും പോക്കറ്റുകളിൽ, ഏതാനും കോർപ്പറേറ്റുകളുടെ പോക്കറ്റിൽ മാത്രം ചെന്ന് നിൽക്കുക, അവരുടെ സുഖസമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി അത് ചെലവഴിക്കുക. അതേ സമയത്ത് തന്നെ കോടിക്കണക്കിന് ആൾക്കാര് നല്ല വിദ്യാഭ്യാസം കിട്ടാതെ, നല്ല ആരോഗ്യ സേവനം കിട്ടാതെ, നല്ല ഭക്ഷണം കിട്ടാതെ അതിദരിദ്രരായും കഷ്ടപ്പെടുന്നവരായും ജീവിച്ചു മരിക്കുക. അത്തരമൊരു ഇന്ത്യയല്ല വികസിത ഭാരതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്. 2007 ജൂൺ 15 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഈ ദിനാചരണത്തിന് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് അംഗീകാരം നൽകിയത്. അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ആഗോളതലത്തിൽ അഹിംസയുടെ പിതാവായിട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. നാം എത്ര ഭാഗ്യവാന്മാരാണ്. ലോകത്തെ തന്നെ അഹിംസയെ പഠിപ്പിക്കുന്ന, അഹിംസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, അഹിംസയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു മഹാത്മാവിന്റെ രാജ്യമായി ഇന്ത്യ മാറുക, ആ മഹാത്മാവ് നമ്മുടെ രാഷ്ട്രപിതാവായി മാറുക, അതിനേക്കാൾ വലിയ ഭാഗ്യം അത് വളരെ ദുർലഭമായി മാത്രമേ ഏത് രാജ്യത്തിനും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി നോക്കുമ്പോൾ ഇതാ എന്റെ കയ്യിൽ, ഞാൻ ചുമ്മാ അദ്ദേഹത്തെ പറ്റി പറയുന്നു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ടായേ. ഇത് അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജ് എന്ന പുസ്തകം. അതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ എന്താണ് ഈ പുസ്തകത്തിന്, ആൻ ഓട്ടോബയോഗ്രഫി ഓർ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ, അതാണ് ഈ ഗ്രന്ഥം. അപ്പൊ ഈ 2 ഗ്രന്ഥവും, ഇതുപോലെ വേറെയും ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ ഈ 2 ഗ്രന്ഥം ഞാൻ എടുത്തു കാണിക്കാമെന്ന് വെച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തരമായ വർക്കാണല്ലോ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതുകൊണ്ടാണ് അത് എടുത്തുകൊണ്ടുവരാം എന്ന് ഞാൻ വിചാരിച്ചത്. അതുപോലെ വില്ലേജ് സ്വരാജ്, അദ്ദേഹം മഹാത്മാഗാന്ധി എന്താണ് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ ആ വില്ലേജ് സ്വരാജ് പൂർണ്ണമായിട്ടും വായിക്കണം. അത്ര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു നേതാവിനെ ഇന്ത്യ പ്രസവിച്ചു എന്നുള്ളത് തന്നെ അത്ര വലിയ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതിനകത്ത് അത്ര സിമ്പിളായിട്ട് സാധാരണക്കാരന് വേണ്ടി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു മനുഷ്യജന്മം, അതെങ്ങനെയായിരിക്കണം, മനുഷ്യര് പരസ്പരമുള്ള ഐക്യം, ഇതൊക്കെ എങ്ങനെയായിരിക്കണം, കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയായിരിക്കണം, സമത്വം എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ബൈബിളിൽ കണ്ടതിന് ശേഷം ഇത്രയും മനോഹരമായിട്ട് സമത്വത്തിനു വേണ്ടിയുള്ള വാഗ്വാദങ്ങൾ ബൈബിളിലെ പല വാചകങ്ങളും അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജിനെ ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ബൈബിൾ നന്നായി വായിച്ചിരുന്നു എന്ന് യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ മാന്യദേഹം, അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ ഒരു ചിന്ത നമുക്ക് ഈ ദിവസം അനിവാര്യമാണ് എന്ന് തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് നമുക്ക് അദ്ദേഹത്തിന്റെ ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സൗത്ത് ആഫ്രിക്കയിലെ ബാരിസ്റ്ററായിരുന്ന അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതചര്യ ഇന്ത്യയിലേക്ക് പറിച്ചു നടന്നു. ഇന്ത്യയിലേക്ക് പറിച്ചു നട്ടതിന്റെ കാരണം തന്നെ എന്തായിരുന്നു? ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളില്, സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വഴിവിട്ടു പോയേനെ, പക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അഹിംസാത്മകമായ മാർഗത്തിലൂടെ പോകണം എന്ന് ആഗ്രഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കിയതും മഹാത്മാഗാന്ധിയാണ്. അത് അദ്ദേഹത്തിന്റെ വില്ലേജ് സ്വരാജ് എടുത്തു നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ആ കാര്യത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഇക്വാളിറ്റി ഓഫ് റിലിജൻ തന്നെ എടുക്കുക. ഇക്വാളിറ്റി ഓഫ് റിലിജൻ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു ബഹുസ്വരതയുടെ രാഷ്ട്രം എന്നതുപോലെ തന്നെ വൈവിധ്യമാർന്ന റിലിജൻസ്, മതങ്ങളുടെ ഒരു രാജ്യം കൂടിയാണല്ലോ. അപ്പോൾ ഈ രാജ്യത്തെ പറ്റി ഇക്വാളിറ്റി ഓഫ് റിലിജൻ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന മതത്തെ പറ്റിയുള്ള ചിന്ത എന്താണത്? എവറി റിലിജൻ ഹാസ് ഇറ്റ്സ് ഫുൾ ആൻഡ് ഈക്വൽ പ്ലേസ്. വി ആർ ഓൾ ലീവ്സ് ഓഫ് എ മജസ്റ്റിക് ട്രീ. നമ്മളൊക്കെ ഒരു വലിയ മജസ്റ്റിക് ആയിട്ടുള്ള ട്രീ, ഒരു രാജവൃക്ഷത്തിന്റെ ഇലകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Whose trunk cannot be shaken off its roots, which are deep down in the bowels of the earth.
അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ മഹാമേരുവിന്റെ ഈ രാജവൃക്ഷത്തിന്റെ തണ്ടിനെയോ അല്ലെങ്കിൽ വേരുകളെയോ ഒന്നും ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. അതായത് മഹാവൃക്ഷം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എല്ലാവരും വിശ്വസിക്കുന്ന വിവിധ തരം റിലിജിയൻസ്, ഓരോ റിലിജനും ഈ മഹാമേരുവിലെ ഓരോ ഇല പോലെയാണ്. അങ്ങനെ ധാരാളം ഇലകൾ ചേർന്ന ഒരു മഹാമേരു. ആ മഹാമേരുവിനെ ഏതെങ്കിലും ഒരു റിലിജന്റെ വക്താവിന് ഇളക്കി നശിപ്പിക്കാൻ ഒക്കുകയില്ല എന്നതിനാണ് അദ്ദേഹം പറയുന്നത്. ആ മഹാമേരുവിന്റെ വേരുകൾ മണ്ണിൽ ആഴത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആർക്കും തകർക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഓരോ റിലിജനും ഈ മഹാമേരുവിലെ ഓരോ ഇലകൾ മാത്രം, അല്ലാതെ ഇന്ന റിലിജൻ അതിന്റെ ടോപ്പ് അല്ലെങ്കിൽ ഇന്ന റിലിജൻ മാത്രമേ അതിന് പ്രസക്തമുള്ളൂ, ബാക്കിയെല്ലാം അപ്രസക്തമാണ് എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം അത് പറയുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ വില്ലേജ് സ്വരാജിന്റെ അവസാന പേജില്, അത് അവസാന പേജ് എന്ന് പറഞ്ഞാൽ 250 പേജ്, ഇതൊക്കെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കൊക്കെ വായിക്കാൻ കിട്ടുന്നതാ. അല്ലെങ്കിൽ ചെറിയ വിലയേ ഉള്ളൂ. ഈ പുസ്തകമൊക്കെ വാങ്ങിച്ചു വെച്ചാലും വളരെ നല്ലതാണ് കേട്ടോ. 250 പേജിൽ അദ്ദേഹം എന്താ പറയുന്നത്? ലെറ്റ് നോ വൺ കമ്മിറ്റ് ദ മിസ്റ്റേക്ക് ഓഫ് തിങ്കിങ് ദാറ്റ് രാമരാജ്യ മീൻസ് എ റൂൾ ഓഫ് ദ ഹിന്ദുസ്. നന്നായി ലിസൺ ചെയ്യണേ ഞാൻ ഈ പറയുന്നത്. രാമരാജ്യം എന്ന് പറയുന്നത് ഹിന്ദു റൂൾ, ഹിന്ദു ഭരണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് രാമരാജ്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യം, ഹിന്ദുക്കളുടെ ഭരണം എന്നാണ്. നമുക്കറിയാം അത്. പക്ഷെ മഹാത്മാഗാന്ധി വില്ലേജ് സ്വരാജിൽ പറയുകയാണ്, ലെറ്റ് നോ വൺ കമ്മിറ്റ് ദ മിസ്റ്റേക്ക് ഓഫ് തിങ്കിങ് ദാറ്റ് രാമരാജ്യ മീൻസ് എ റൂൾ ഓഫ് ദ ഹിന്ദുസ്. റൂൾ ഓഫ് ദ ഹിന്ദുസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മൈ രാമ ഈസ് അനദർ നെയിം ഫോർ ഖുദ ഓർ ഗോഡ്. എന്റെ രാമൻ എന്നുള്ളത് ദൈവത്തിന്റെ മറ്റൊരു പേരാണ്. ഐ വാണ്ട് ഖുദേരാജ്, ഞാൻ രാമരാജ്യം വരാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ദൈവരാജ്യം. വിച്ച് ഈസ് ദ സെയിം തിങ് ആസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. അതായത് രാമരാജ്യം എങ്ങനെയാ വരുത്തേണ്ടത്? ദൈവരാജ്യം ഭൂമിയിൽ വന്നതായിട്ട് വേണം ഖുദേരാജ് അഥവാ രാമരാജ്യം വരുത്താൻ. The establishment of such a Rajya would not only mean welfare of the whole of the Indian people but of the whole world. ഇന്ത്യക്കാരുടെ മുഴുവനും ക്ഷേമമല്ല, ലോകത്തിന്റെ മുഴുവൻ ക്ഷേമമാണ് രാമരാജ്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രാമരാജ്യം എന്ന് പറയുന്നത് സമത്വ സുന്ദരമായ ഒരു രാജ്യമാണ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയ വ്യതിയാനങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യമാണ്. അത് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ തന്നെ വേറൊരു പേജില് അത് വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് പേജ് 41 ട്രസ്റ്റിഷിപ്പ് എന്ന ഒരു പേജില് അദ്ദേഹം ട്രസ്റ്റിഷിപ്പില് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇക്വാളിറ്റി ഓഫ് റിലിജനോടൊപ്പം തന്നെ അദ്ദേഹം കാണുന്നത്, ഇക്വാളിറ്റി ഓഫ് റിലിജൻ ഉണ്ടാകണം എങ്കിൽ തന്നെ മഹാത്മാഗാന്ധിയുടെ വീക്ഷണത്തില് ഇക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്, അതായത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതാണ് അതിന്റെ പ്രീസീഡന്റ് ആയിട്ട്. അതായത് ഈ ഈശ്വര വിശ്വാസത്തിൽ ഇക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ എല്ലാവരും, എല്ലാ മതങ്ങളും ഒരുപോലെ സമമാണ് എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തന്നെ വ്യക്തികൾ തമ്മില് സ്വത്തില് ഇക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണം. അതാണ് അദ്ദേഹത്തിന്റെ വിചാരം, അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പൊ അങ്ങനെ ഇക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? അതായത് മനുഷ്യര് അവനവന്റെ നെറ്റിയേലെ വിയർപ്പ് കൊണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ബൈബിളൊക്കെ അദ്ദേഹം നന്നായിട്ട് വായിച്ചിട്ടുണ്ട് എന്ന്, നെറ്റിയേലെ വിയർപ്പ് കൊണ്ട് നിന്റെ അന്നം നീ കണ്ടെത്തുക എന്നാണ് അദ്ദേഹം ഈ വില്ലേജ് സ്വരാജിൽ തന്നെ പേജ് ബ്രെഡ് ലേബർ എന്ന് പറഞ്ഞ് പേജ് 43 അദ്ദേഹം പറയുന്നത് നെറ്റിയേലെ വിയർപ്പ് കൊണ്ട് നിന്റെ അന്നം നീ കണ്ടെത്തുക എന്നാണ്. അപ്പം ഈ എന്ന് വെച്ചാൽ ഈ നെറ്റിയേലെ വിയർപ്പ് കൊണ്ട് ഓരോരുത്തരും അന്നം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ് അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിനോടൊപ്പം പറയുന്നുണ്ട്, കൂടുതലുള്ളവൻ, ഒന്നിൽ കൂടുതൽ ഉള്ളവൻ ഒന്നും ഇല്ലാത്തവർക്ക് കൂടുതലുള്ളത് കൊടുക്കുക. ഇതും ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്.
അപ്പൊ അങ്ങനെ അതായത് അദ്ദേഹത്തെ സ്വാധീനിച്ച, അതായത് എല്ലാ മതങ്ങളും എല്ലാ മത പഠനങ്ങളും പഠിപ്പിക്കലുകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതായത് അവയിൽ നിന്നൊക്കെയുള്ള ജിസ്റ്റ്, അവയൊക്കെ അന്തസത്ത അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അദ്ദേഹം അതൊക്കെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി നടപ്പാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടും ഉണ്ടാകണം. അതുകൊണ്ടാണ് അങ്ങനെ നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക, അതുപോലെ തന്നെ നിനക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതില്ലാത്തവർക്ക്. നമ്മൾ ഗാന്ധി എന്ന സിനിമയിൽ അത്തരം ഒരു രംഗം കാണുന്നുണ്ട്. അദ്ദേഹം ഒരു പുഴയില് കുളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവര് ഉടുക്കാൻ കൊണ്ടുവന്ന ഉടുത്തുകൊണ്ടുവന്ന മുണ്ട് കഴുകി ഉണങ്ങാനിട്ടിരിക്കുന്നു. അത് ഉണങ്ങി കിട്ടുന്നത് വരെ വേറൊരു മുണ്ട് അവർക്ക് ഉടുത്തുകൊണ്ട് പോകാനില്ല, ഏക മുണ്ടേ അവർക്കുള്ളൂ. അപ്പൊ അവര് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് കണ്ട് ആ ദുഃഖം മനസ്സിലാക്കിയ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ മേൽമുണ്ട് എടുത്ത് അവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന രംഗം ഗാന്ധി എന്ന സിനിമയില് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം തന്നെയാണ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കുക എന്ന ആ വീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ നമ്മളെ ചെയ്തു കാണിക്കുന്നത്. അപ്പൊ സ്വന്തം പറച്ചിൽ മാത്രമല്ല, സ്വന്തം അങ്ങനെ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്തു കാണിക്കാനും വളരെയധികം ശ്രദ്ധ ഊന്നിയിട്ടുള്ളയാളാണ് മഹാത്മാഗാന്ധി. അതുപോലെ ചർക്ക അദ്ദേഹം കാണുന്നത് നോൺ വയലൻസിന്റെ, അഹിംസയുടെ സിമ്പിൾ ആയിട്ടാണ് ചർക്കയെ അദ്ദേഹം കണ്ടത്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചർക്കയെ പറ്റി സംസാരിക്കുമ്പോൾ, ചർക്കയിൽ നൂൽ നൂൽക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ് തന്നെ പറയുമായിരുന്നു, അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ, അദ്ദേഹം ചെന്നെത്തുന്നിടത്തെ ജനങ്ങളൊക്കെ പറയുമായിരുന്നു, ഈ ചർക്ക ഞങ്ങളെ ചങ്ങലക്കിട്ട, അതായത് ഞങ്ങളെ നിത്യദാരിദ്ര്യത്തിലും അടിമത്തത്തിലും അടിച്ചമർത്തലിലും ഇടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരുന്നത്? അദ്ദേഹം തന്നെ ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. കൗഡില്യൻ അർത്ഥശാസ്ത്രത്തില് പറയുന്നുണ്ട്. കൗഡില്യൻ നിങ്ങൾക്കറിയാം, അതായത് BC കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ്. അർത്ഥശാസ്ത്ര അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അതായത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. വളരെ പ്രൗഢമായ ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്ര. അപ്പൊ അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചർക്ക എങ്ങനെയാണ് സാധാരണ പാവപ്പെട്ടവരാക്കി നിർത്തത്തക്ക രീതിയിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന്. അതായത് ചർക്ക കൊണ്ട് അന്ന് അതുമായിട്ട് പരിചയമുള്ള അധികവും വനിതകളാണ്. മസ്ലിൻ എന്ന് പറഞ്ഞ അന്ന് രാജകൊട്ടാരങ്ങളിൽ, അതായത് ഇവിടുത്തെ മസ്ലിൻ പട്ട് എന്ന് പറഞ്ഞാല് റോമ രാജ്യത്തിലെ ചക്രവർത്തിനിമാർ വരെ ഉപയോഗിച്ചിരുന്ന പട്ടുകളാണ് മസ്ലിൻ പട്ട് എന്ന് പറയുന്നത്. ആ പട്ട് നെയ്തുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഈ ചർക്ക. അങ്ങനെ നെയ്തുണ്ടാക്കുന്ന പാവങ്ങൾക്ക് പക്ഷേ പിച്ച കാശാണ് കൊടുത്തിരുന്നത്. അപ്പൊ അന്തപുരങ്ങളിലെ സ്ത്രീകൾ, രാജകൊട്ടാരങ്ങളിലെ സ്ത്രീകളൊക്കെ വളരെ പ്രൗഢമായിട്ട് ഈ വേഷം ധരിച്ച് നടക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് ഇത് നെയ്തെടുക്കുന്ന മസ്ലിൻ പട്ടുകൾ നെയ്തെടുക്കുന്ന സ്ത്രീകൾ നിത്യദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു എന്ന് കൗഡില്യൻ തന്നെ BC കാലത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോഴേക്കും അതായത് ഏത് തരത്തിലുള്ള ചക്രവർത്തി, അശോക ചക്രവർത്തി ആകട്ടെ, അക്ബർ ചക്രവർത്തി ആകട്ടെ, അതായത് ഏത് റിലിജ്യനിൽപ്പെട്ട ചക്രവർത്തിമാരാണെങ്കിലും അവരുടെ ഒക്കെ കാലഘട്ടത്തിലും ഇതേ എക്സ്പ്ലോയിറ്റേഷൻ തുടർന്നിരുന്നു. അപ്പോ മഹാത്മാഗാന്ധി ഈ സാധാരണക്കാരോട് ചർക്ക നോൺ വയലൻസിന്, അതായത് അഹിംസയുടെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റണം, നമ്മുടെ ഇമാൻസിപ്പേഷന്റെ, അതായത് നമ്മുടെ രക്ഷപ്പെടലിന്റെ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന്റെ ഒരു സിമ്പിളായിട്ട് ഈ ചർക്കയെ മാറ്റണം എന്ന് ആഹ്വാനം ചെയ്യുമ്പോഴൊക്കെ അവർ പറയുമായിരുന്നു, കാലാകാലങ്ങളായി സെഞ്ചുറീസ് ആയിട്ട് ഞങ്ങളെ ദാരിദ്ര്യത്തില് പിടിച്ചു കെട്ടിയ ഒരു ഉപകരണമാണ് ഇത്, പിന്നെ എന്തിനാണ് ഇതിനെ കൂട്ടുപിടിക്കുന്നത് എന്ന്. പക്ഷേ മഹാത്മാഗാന്ധി തന്റെ ജീവിതം കൊണ്ട് ചർക്ക എങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരുമെന്ന് കാണിച്ചു തരുന്നതിന് സഹായിച്ചു. അദ്ദേഹം അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹം നടത്തിയ സമരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം നമുക്ക്. പല തരം സമരങ്ങൾ, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം വന്ന് ഇവിടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ വയലൻസിലൂടെ അല്ല, നോൺ വയലൻസിലൂടെയുള്ള നിരവധി സമരങ്ങൾ, അങ്ങനെയുള്ള സമരങ്ങളിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്
ഏതൊക്കെ രാഷ്ട്രങ്ങൾ അഹിംസയിലൂടെ വലിയ യുദ്ധങ്ങളിലൂടെയൊക്കെ സ്വാതന്ത്ര്യം നേടിയോ അതിനൊക്കെ വിപരീതമായിട്ട് സമാധാനത്തിന്റെ വഴികളിലൂടെ അഹിംസയുടെ വഴികളിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പം അതിനുവേണ്ടി അദ്ദേഹം തന്നെ പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലെ ഒരു സമരം എടുത്തു പറയുന്നത് 1917 നീലം കൃഷിക്കാർക്ക് വേണ്ടി നടത്തിയ സമരമാണ്. 1917 ബ്രിട്ടീഷുകാര് ബീഹാറില്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നീലം കൃഷി നടത്തിയിരുന്നു. അപ്പൊ ആ നീലം കർഷകർക്ക് വേണ്ടി 2017 അദ്ദേഹം ബീഹാറിൽ പോയി. അന്ന് ഈ പറഞ്ഞതുപോലെ വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് ഈ നീലം കർഷകർ ജോലി ചെയ്തിരുന്നത്. നിത്യദാരിദ്ര്യമായിരുന്നു അവരുടെ കൂടപ്പിറപ്പ്. അപ്പൊ അവരുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും കണ്ടാണ് മഹാത്മാഗാന്ധി അവരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവരോടൊപ്പം നിൽക്കുന്നതും. അപ്പൊ നമ്മളിപ്പോ അടുത്ത് നമ്മുടെ നേപ്പാളിലെയും ഒക്കെ സമരക്കാരെ കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹവും ഒരു സമരം കൊണ്ട് ആളി കത്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന ധാരണ കൊണ്ട് ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് കടത്തിവിടുകയും ചെയ്തു. മേലിലെ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ആ നീലം സമരം. പക്ഷേ അദ്ദേഹം വളരെ ഉറച്ച സ്റ്റെപ്പുകളോടെ ഉറച്ച നടപടികളോടുകൂടി അവിടെ നിൽക്കുകയും അതിന്റെ ഫലമായിട്ട് ആ നീലം കർഷകരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അതായത് വലിയ മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബ്രിട്ടീഷുകാര് എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ എല്ലാ ക്രൂരതകളും, അങ്ങനെ ആ ക്രൂരതകളിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത്. നമുക്കറിയാം മാർക്സിസത്തിന്റെ ഉദയമൊക്കെ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലത്താണ്. അപ്പൊ അതിന്റെ കെടുതികളൊക്കെ കണ്ടിട്ടുള്ളവരായതുകൊണ്ട് ഏതെങ്കിലും ഒരു റവല്യൂഷണറി മുദ്രാവാക്യവുമായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ ഇക്വാളിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരെ, അല്ലെങ്കിൽ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ നിനക്ക് ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന് കോർപ്പറേറ്റുകളോട് ഒരു സാധാരണക്കാരൻ ചെന്ന് പറയുകയാണെങ്കിൽ അവനെ ഒരു തീവ്രവാദിയായിട്ട് മാത്രമേ കണക്കാക്കൂ. അപ്പൊ ആ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന് അന്ന് ആ നീലം കർഷകരുടെ കൂടെ അവരെ ഉദ്ബോധിപ്പിക്കാനായിട്ട് പ്രസംഗങ്ങൾ നടത്തിയ സമയത്ത് അദ്ദേഹത്തിനും അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ അദ്ദേഹം അതുകൊണ്ടൊന്നും മടങ്ങിയില്ല. അതിനുശേഷം അദ്ദേഹം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ശക്തി വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ അതിൽ വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നു. അങ്ങനെ വീണ്ടും ഒരുപാട് സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പൊ ആദ്യത്തേത് ഈ നീലം കർഷകർക്ക് വേണ്ടി ചെയ്ത സമരത്തിനെയാണ് ചമ്പാരൻ സമരം, 1917 സമരം. അതിനെയാണ് ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞും വേറെ ഒരുപാട് സമരങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉപ്പ് സത്യാഗ്രഹം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സത്യാഗ്രഹമാണ്. ആ ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി ഒരു ഓഥർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതായത് ഫ്രീഡം ഇൻ എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്നാണ് അനൂജ് അംബാലാൽ എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥത്തിന്റെ പേരാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് ഫ്രീഡം ഇൻ എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അതായത് ഉപ്പിന്റെ മേൽ നികുതി ചുമത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, ഇന്ത്യ മഹാരാജ്യം എങ്ങനെയുള്ള ഒരു മഹാരാജ്യമാണ്. 3 വശവും കടലിനാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഉപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ചെലവ് കുറഞ്ഞ ഈസിയായ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഉപ്പിന്റെ മേൽ നികുതി ചുമത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പൊ അതിനെതിരാണ് ഉപ്പ് സത്യാഗ്രഹം. അതായത് ഏത് തരത്തിലും എല്ലാ തരത്തിലും ഇന്ത്യയെ മുട്ടുമടക്കുക, ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇന്ത്യയെ ചൂഷണം ചെയ്ത്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണഭൂതമായി ഗ്രേറ്റ് ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ കോട്ടൺ തുണിയാക്കി മാറ്റുക, ടെക്സ്റ്റൈൽസ്, അതായത് മിൽ തുണിയാക്കി മാറ്റുക. അതിന് മില്ല്, അതായത് ഓരോ തരത്തിലുള്ള ഷട്ടിൽ, ഫ്ലൈയിങ് ഷട്ടിൽ, അങ്ങനെ പലതരത്തിലുള്ള ഷട്ടിൽ, തുണി നെയ്ത് നൂലാക്കി നെയ്ത് തുണിയാക്കി മാറ്റുന്ന മെഷീൻസ് ഒക്കെ ആദ്യം ആദ്യം കണ്ടെത്തുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലാണ്. അങ്ങനെ ആ ഗ്രേറ്റ് ബ്രിട്ടനിൽ അത് കണ്ടെത്തി. അപ്പൊ അത് കണ്ടെത്തുന്നതിന്റെ കാരണം തന്നെ ഇവിടെ നിന്ന് വളരെ ചീപ്പായിട്ട് കയറ്റി കൊണ്ടുപോകുന്ന കോട്ടൺ ആണ്. വളരെ ചീപ്പ് എന്ന് വെച്ചാൽ വളരെ ചീപ്പായിട്ട് കൊണ്ടുപോകുന്ന കോട്ടൺ. ആ കോട്ടൺ ഉപയോഗിച്ച്
ടെക്സ്റ്റൈൽസ്, അതായത് ആദ്യം തുണി ടെക്സ്റ്റൈൽസ് മേഖലയിലാണ് റവല്യൂഷൻ വരുന്നത്. അതിനോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലും വന്നു. രണ്ടും ചേർന്നപ്പോഴാണ് ആ റവല്യൂഷൻ വളരെ ശക്തമായ തോതിൽ മുന്നേറാൻ തുടങ്ങിയത്. ആ റവല്യൂഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അതായത് 1914 ആകുമ്പോഴത്തേക്കും, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലമാകുമ്പോഴത്തേക്കും ഗ്രേറ്റ് ബ്രിട്ടൻ എങ്ങനെയായി? ഗ്രേറ്റ് ബ്രിട്ടൻ ബിക്കെയിം ദ ഇൻഡസ്ട്രിയൽ സെന്റർ ഓഫ് ദ വേൾഡ്, കമേഴ്ഷ്യൽ സെന്റർ ഓഫ് ദ വേൾഡ്. ഇംഗ്ലണ്ട് ബിക്കെയിം ദ മണി ലെൻഡർ ഓഫ് ദ വേൾഡ് എന്നാ പറയുക. അപ്പൊ ഈ ഇന്ത്യയിൽ നിന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോയ ധാതു പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവിടെ വ്യാവസായിക ശൃംഖലകൾ കെട്ടിപ്പടുത്ത് അങ്ങനെ റിച്ചായി തീർന്ന, പക്ഷെ അതിന് ഇടയ്ക്കുണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലെ ഉള്ള ബോൾഷെവിക് റവല്യൂഷൻ റഷ്യയിലാണ് ഉണ്ടായത്. പക്ഷെ അതിന്റെ ഇതൊക്കെ തീർച്ചയായിട്ടും ഗ്രേറ്റ് ബ്രിട്ടനിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം, ആ പാഠങ്ങളൊക്കെ ഈ നീലം കർഷകരുടെ പേരിൽ അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോരുന്നത്. അത് കഴിഞ്ഞാണ് 1917 കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് 1930 ദണ്ഡി സത്യാഗ്രഹം വരുന്നത്. അപ്പൊ ദണ്ഡി സത്യാഗ്രഹം വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഉപ്പ് 3 വശവും കടലിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യയിലാണ് ഉപ്പിന് പോലും ടാക്സ് ഈടാക്കുന്നത്. അപ്പൊ ഉപ്പിന് പോലും എന്ന് വെച്ചാൽ അത്ര ഗൗരവതരമായ രീതിയിലാണ് ഇന്ത്യയെ ഗ്രേറ്റ് ബ്രിട്ടൻ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. ആ ചൂഷണത്തിന്റെ അവസാന വാക്കായിരിക്കാം, ഏറ്റവും മ്ലേച്ഛമായ ഉദാഹരണമായിരിക്കാം ഉപ്പിനിൽ പോലും നികുതി ചുമത്തുന്നു എന്ന്. ഓർക്കണം, അവരുടെ ഇൻഡസ്ട്രീസ് ഒക്കെ പുഷ്കര വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന കോട്ടൺ, അതുപോലെ ചണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അവരുടെ വ്യവസായങ്ങൾ അവിടെ വളരുന്നത്. എന്നിട്ട് പോലും ഇന്ത്യയിലെ ഉപ്പിനെ പോലും നികുതി ചുമത്തി ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ്. അപ്പൊ അതിനെതിരായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ ആ ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നമ്മൾ 390 കിലോമീറ്റർ ആണ് അത് അദ്ദേഹത്തോടൊപ്പം ഗാന്ധിജി സന്നദ്ധ ഭടന്മാർക്കൊക്കെ ഒപ്പം യാത്ര ചെയ്തത്. ഈ ദണ്ഡിയിലേക്ക് യാത്ര ചെയ്യുന്നത് 390 കിലോമീറ്റർ നടന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര. അങ്ങനെ യാത്ര ചെയ്താണ് ദണ്ഡിയിൽ ചെന്ന് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നത്. അപ്പൊ ഇത്ര ഈസി ആയിട്ട് എല്ലായിടത്തും കടലുള്ള ഇന്ത്യയിൽ എത്രയോ ഈസി ആയിട്ട് ഉപ്പുണ്ടാക്കാൻ പറ്റും, എന്നിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നു എന്നതിന്റെ വെല്ലുവിളിയായിരുന്നു. അപ്പം ഈ ഗ്രന്ഥകർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അനൂജ് അംബാലാൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഗ്രെയിൻ ഉപ്പില്, അന്ന് ദണ്ഡിയിൽ കുറുക്കിയെടുത്ത ഒരു ഗ്രെയിൻ ഉപ്പില് ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ, ശക്തമായ ചുവടുവയ്പ്പുകൾ. ആ ചുവടുകളെ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ ആ ചുവടുവയ്പ്പുകൾ മുന്നോട്ട് ഗതിവേഗം കൂട്ടി പോയെന്നും, അങ്ങനെ അതിന്റെ ഫലമായി 1947 ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യ വിട്ടുപോകേണ്ടി വന്നു എന്നുമാണ് അങ്ങനെ അനൂജ് അംബാലാൽ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പൊ അത്ര ലോക ശ്രദ്ധ ആകർഷിച്ച, ഇപ്പോഴും ആരിലും രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. അതായത് ഒരു നേതാവ് 390 കിലോമീറ്റർ, ഇപ്പോഴാണ് ഈ 390 കിലോമീറ്റർ യാത്ര നടന്നു പോകുന്നു എന്ന് പറഞ്ഞ പോലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് ഐസ്ക്രീം കിട്ടും, നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും, എത്ര സുഭിക്ഷമായിട്ട് വേണമെങ്കിലും പോകാം, കുറെ ദിവസങ്ങൾ കൊണ്ട് പോയാൽ മതി. പക്ഷെ അന്ന് അങ്ങനെയൊന്നും അല്ലെന്ന് ഓർക്കണം. നമുക്ക് 1930 എന്ന് പറയുന്ന കാലഘട്ടത്തില് വലിയ വനപ്രദേശങ്ങളിലൂടെയും അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രദേശങ്ങളിലൂടെയും ജലപാനം പോലും കിട്ടാത്തിടങ്ങളിലൂടെയും ഒക്കെ രാത്രിയും പകലും നടന്നാണ് ഈ 390 കിലോമീറ്റർ താണ്ടി ദണ്ഡിയിലെത്തി അദ്ദേഹം ഈ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. അത്ര വലിയ പ്രതിഷേധം, അതായത് ഇന്ത്യക്കാരെ ചെറുത്തു തോൽപ്പിക്കാനോ അടിച്ചമർത്താനോ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കഴിയുകയില്ല, ഇവർക്ക് സ്വാതന്ത്ര്യവും കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് ഓടുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച, കോറിയിട്ട, ഒരിക്കലും മാച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ കോറിയിട്ട ഒരു സമരമായിരുന്നു ദണ്ഡി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സത്യാഗ്രഹമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. വിട്ടുപോകൂ ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞ് പട്ടിയെ ആട്ടി ഓടിക്കുന്നത് പോലെയാണ് ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓടിക്കുന്നത്. അത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം.
അപ്പൊ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അതുപോലെ അപ്പൊ ഈ ക്വിറ്റ് ഇന്ത്യ സമരം ഇങ്ങനെയുള്ള സമരങ്ങൾ കൊണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരം പോലെയുള്ള സമരങ്ങൾ കൊണ്ട്, ദണ്ഡി സത്യാഗ്രഹം കൊണ്ട് ഒക്കെ ഇന്ത്യക്കാർ എങ്ങനെയുള്ളവരാണ്? അവര് രക്തച്ചൊരിച്ചിലൂടെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആരെയും മുട്ടുകുത്തിക്കത്തക്ക തരത്തിലുള്ള നോൺ വയലൻസ് മാർഗങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്ന് തിരിച്ചറിവാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉണ്ടായിരുന്നത്. ആ തിരിച്ചറിവിൽ നിന്നാണ്, ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ തിരിച്ചറിവായിരുന്നു. കാരണം അത്ര ശക്തമായ അടിയാണ് ഓരോ സമരത്തിലും കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ 1947 ഇന്ത്യ വിട്ടുപോകാം എന്ന് തന്നെ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട, അഹിംസയിലൂടെ തന്നെ സ്വാതന്ത്ര്യം നേടണമെന്ന് കരുതി മുന്നോട്ടു പോയ, ജനങ്ങളെ നയിച്ച, ഇന്ത്യ മുഴുവനും ചുറ്റി നടന്ന് ജനങ്ങളെ നയിച്ച ആ മഹാത്മാവിന്റെ ദിനമാണ് ഒക്ടോബർ 2. അത് UN ജനറൽ അസംബ്ലി തന്നെ നോൺ വയലൻസ് ഡേ ആയിട്ട്, അതായത് ലോകത്ത് ആർക്കും ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു എക്സാമ്പിളാണ് അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ. നോക്കൂ മഹാത്മാഗാന്ധിയെ, നോൺ വയലൻസിലൂടെ എത്ര വലിയ ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. അന്ന് പോപ്പുലേഷൻ 30 കോടിയിലധികം മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധി ഇപ്പോൾ സ്വർഗത്തിൽ ഇരുന്നും സങ്കടപ്പെടുന്നുണ്ടാകും. എന്തുകൊണ്ട്? ഞാൻ ആഗ്രഹിച്ച ഇക്വാളിറ്റി ഓഫ് റിലിജിയൻ ഇവിടെ വന്നില്ല. റിലിജന്റെ, അതായത് ഫനാറ്റിക്സ്, ഈ ഹിന്ദുത്വ റിലിജിയൻ തന്നെ ഇന്ത്യയിൽ മതി എന്ന ശാഠ്യം പിടിക്കുന്നവരുടെ തോക്കിനിരയായിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ ഹിന്ദു രാജ്യം കൊണ്ടുവരണം എന്ന് വിചാരിച്ച, അതായത് മൈ രാംരാജ് ഡസ് നോട്ട് മീൻ ഹിന്ദു റൂൾ എന്ന് അസന്നിഗ്ധമായി തന്റെ വില്ലേജ് സ്വരാജിൽ പറഞ്ഞിരിക്കുന്ന മഹാത്മാഗാന്ധി ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ എന്തരുത് എന്ന് പറഞ്ഞതോ അവിടേക്ക് തന്നെയാണ് എന്റെ നേരെ തോക്കു ചൂണ്ടി നിറയൊഴിച്ച ആ കാപാലികർ തന്നെ ഇന്ത്യയെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതുപോലെയുള്ള ദിശയിലേക്കാണ്, ഹിന്ദു രാജ്യം, ഹിന്ദു ഭരണം എന്ന ദിശയിലൂടെയാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന ദുഃഖകരമായ സത്യം. അത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ സ്വർഗത്തിലിരുന്നും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടാകണം. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് മറക്കരുത്. എല്ലാ റിലിജനും തുല്യമാണ്. ഒരു മഹാവൃക്ഷത്തിന്റെ വിവിധ ഇലകൾ പോലെയാണ് ഓരോ റിലിജനും. ഓരോ റിലിജനിൽപ്പെട്ടവരും അതുപോലെ തോളോട് തോൾ ചേർന്ന് ജീവിക്കണം. അവർ പരസ്പരം കൂടുതലുള്ളത് കുറവുള്ളവർക്ക് കൊടുത്ത് സഹായിക്കണം. അങ്ങനെ ഒരു സമത്വ സുന്ദരമായ ഇന്ത്യ, അങ്ങനെയുള്ള ഒരു ഇന്ത്യയിലേക്കാണ് നാം നടന്നു കയറേണ്ടത്. വികസിത ഭാരതം എന്ന ഒരു കോൺസെപ്റ്റ് നാം വെച്ചു പുലർത്തുന്നു എങ്കിൽ അങ്ങനെയുള്ള ഒരു വികസിത ഭാരതമായിരിക്കണം. അതല്ലാതെ ഈ ഭാരതത്തിന്റെ സ്വത്ത് മുഴുവനും, GDP ചിലപ്പോൾ കുറച്ച് വളരും, GDP വളർന്നു കഴിഞ്ഞാലും ആ വളരുന്ന GDP മുഴുവനും ഏതാനും പോക്കറ്റുകളിൽ, ഏതാനും കോർപ്പറേറ്റുകളുടെ പോക്കറ്റിൽ മാത്രം ചെന്ന് നിൽക്കുക, അവരുടെ സുഖസമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി അത് ചെലവഴിക്കുക. അതേ സമയത്ത് തന്നെ കോടിക്കണക്കിന് ആൾക്കാര് നല്ല വിദ്യാഭ്യാസം കിട്ടാതെ, നല്ല ആരോഗ്യ സേവനം കിട്ടാതെ, നല്ല ഭക്ഷണം കിട്ടാതെ അതിദരിദ്രരായും കഷ്ടപ്പെടുന്നവരായും ജീവിച്ചു മരിക്കുക. അത്തരമൊരു ഇന്ത്യയല്ല വികസിത ഭാരതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതുപോലെയുള്ള ഒരു സമത്വ സുന്ദരമായ ഇന്ത്യയാണ്.